കർത്താവെ ഈശോ മിശിഹായെ, ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ എറണാകുളത്തെ വിമത പുരോഹിതനാക്കി ജനിപ്പിക്കണേ എന്നാണ് ഇപ്പോഴത്തെ ഈ വിമതരുടെ പ്രവൃത്തികൾ കണ്ടവരൊക്കെ പ്രാർത്ഥിക്കുന്നത്. വിമതനായാലുള്ള നേട്ടങ്ങൾ വിവരിക്കുന്നതിനും അപ്പുറമാണ്. സ്വജനപക്ഷപാതം, റാൻ മൂളാൻ വിമത അനുകൂലികൾ ഇടവകയെ പല ഗ്രൂപ്പുകളാക്കി വിഭജിച്ച് ഭരിക്കും. യൂണിറ്റുകളെ വിമതരുടെ മേൽനോട്ടത്തിലാക്കാം. ഡിവിഡൻഡ് റൂൾ എന്ന നടപടി നടപ്പാക്കാം. ഒരു രൂപതാധികാരിയും കണ്ണുരുട്ടില്ല, വിരട്ടില്ല, നടപടിയെടുക്കില്ല. സ്വസ്ഥം സുഖം, ഇടവകയിൽ ഭദ്രം, ജീവിതം പരമസുഖം. അങ്ങനെ കച്ചവട കണ്ണുകൾ തപ്പിയെടുത്ത് സിൽബന്ദികളാക്കാം. അങ്ങനെ സിറോ മലബാർ സഭയിലെ കുർബാന ഏകീകരണം കൊണ്ട്, വിമതരുടെ അക്ഷീണ പ്രയത്നം കൊണ്ട് സഭയ്ക്കുണ്ടായ ആ വമ്പൻ നേട്ടങ്ങൾ ചില്ലറയൊന്നുമല്ല. അൾത്താര അഭിമുഖമെന്നും ജനാഭിമുഖമെന്നും 50-50 എന്നും അങ്ങനെ സഭയിൽ 3 തരം കുർബാന യഥാർത്ഥത്തിൽ പണ്ടുതൊട്ടേ ഉണ്ടായിരുന്നെന്ന് ഇപ്പോഴിതാ വിശ്വാസികൾക്ക് മനസ്സിലാക്കി കൊടുത്തിരിക്കുന്നു ഈ വിമത വൈദികർ. ഇപ്പോഴാണ് അച്ഛൻ ഞങ്ങളെ നോക്കി കുർബാന ചൊല്ലുന്നു എന്നൊരവസ്ഥയിലേക്ക് വരുന്നത്. ജനാഭിമുഖം. കാരണം ഇതിലാണ് വിശ്വാസികൾക്ക് ഇനി അങ്കലാപ്പ്. കാരണം അച്ഛന്റെ ജനാഭിമുഖം ചൊല്ലുന്ന അച്ഛന്റെ കണ്ണുമൊത്തം വിശ്വാസികളുടെ മുഖത്തേക്കാണ്. നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് നമ്മൾ തണൽ കൊടുക്കുമ്പോൾ, മറ്റുള്ളവർക്ക് നമ്മൾ കരം കൊടുക്കുമ്പോൾ, മറ്റുള്ളവരെ ചേർത്ത് പിടിക്കുമ്പോൾ മനസ്സിലാക്കുക, ആദ്യം മാലാഖമാര് പാടിയ കരോൾ ഗാനങ്ങൾ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചുറ്റും നമ്മളും പാടുന്നുണ്ട്. യുവതലമുറയെ പള്ളിയിലേക്ക് വരാതെയാക്കി അവർ നാട് വിട്ടു പോകുന്ന അവസ്ഥ. നാട് വിട്ടാൽ തന്നെ അവർക്ക് ലാത്തിൻ പള്ളികളിലോ ഒക്കെ അവർ തങ്ങളുടെ പ്രാർത്ഥനയ്ക്കുള്ള സമയം കണ്ടെത്തുന്നു. സഭാ നേതൃത്വവും വൈദികരും പരസ്പര ധാരണയോടെ രഹസ്യമായി നടത്തിക്കൊണ്ടിരുന്ന ചില തട്ടിപ്പുകൾ, വെട്ടിപ്പുകൾ, ഇതൊക്കെ വൈദികർ തന്നെ ചാണകം വാരി എറിയുന്നത് പോലെ വിശ്വാസികൾക്ക് വെളിപ്പെടുത്തി കൊടുത്തു. ബിഷപ്പുമാരും പുരോഹിതരും ദൈവത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകളാണെന്ന് ഒരു വലിയ വിഭാഗം വിശ്വാസികളുടെ മനസ്സിലുണ്ടായിരുന്ന ആ ധാരണ, അബദ്ധധാരണ, അത് തിരുത്തി കൊടുത്തു. തെരുവ് ഗുണ്ടകളെക്കാൾ വേലത്തരങ്ങൾ കയ്യിലുള്ളവരാണ് ചില വൈദികരും മെത്രാന്മാരും എന്ന് സമൂഹത്തിന് ബോധ്യമാക്കി കൊടുത്തു. വൈദികരുടെയും മെത്രാന്മാരുടെയും പഠിപ്പിക്കലും പ്രവൃത്തിയും തമ്മിൽ ഒരു യോജിപ്പുമില്ലെന്നും അതൊക്കെ അബദ്ധധാരണകളാണെന്നും വിശ്വാസികൾക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തു. ഒരു പള്ളി എത്ര കാലം വേണമെങ്കിലും ആരാധന നടത്താൻ അടഞ്ഞു കിടന്നാലും ഒരു ചുക്കും സംഭവിക്കില്ല. വിശ്വാസികളല്ലാതെ ആരും ചോദിക്കില്ല. അതിന്റെ പേരിൽ സഭ ആരോടും പരിഭവിക്കില്ലെന്ന് ബസലിക്ക പള്ളിയിലൂടെ സഭാ നേതൃത്വം വ്യക്തമാക്കി. ബലിയർപ്പണം വെറും നാടകം പോലെ മാത്രം വിശ്വാസികൾ കണ്ടാൽ മതി എന്നാണ് ഇപ്പോൾ രൂപതാധികാരികൾ പറയുന്നത്, മെത്രാന്മാർ പറയുന്നത്. വിശുദ്ധ കുർബാനയെയും ബൈബിളിനെയും ബലിപീഠത്തേക്ക് അവഹേളിക്കുന്നത് അന്യമതസ്ഥരാണെങ്കിൽ അതിൽ പ്രതിഷേധിക്കാം. പക്ഷേ അത് വിമത വിശ്വാസികൾ, യഥാർത്ഥ വിശ്വാസികളല്ലാത്ത സഭയിലുള്ളവരാണെങ്കിൽ ഒരു കുഴപ്പവുമില്ല. അകത്തു നിന്ന് ആക്രമിക്കുന്നവർക്ക് എല്ലാവിധ ചെല്ലും ചെലവും നൽകേണ്ടി വരുമെന്ന് രൂപതയുടെ അടുത്ത ബോധ്യപ്പെടുത്തും. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇല്ലാത്ത വചനങ്ങളൊക്കെ അൾത്താരയ്ക്ക് പുറത്തു നിന്നും അൾത്താരയ്ക്ക് അകത്തു നിന്നുമൊക്കെ വിളിച്ചു പറയുമ്പോൾ വിശ്വാസി അതിനൊക്കെ സമരസപ്പെടേണ്ട അവസ്ഥ. കത്തോലിക്ക സഭയിലെ വൈദികരും മെത്രാന്മാരും മറ്റുള്ളവർക്ക് മാതൃകയെന്നും സമൂഹത്തിലും ഐക്യത്തിലും സ്നേഹത്തിലും കഴിയുന്നതുമൊക്കെ ജനത്തിനൊരു അബദ്ധ ധാരണയുണ്ടായിരുന്നു. ആ ധാരണ അബദ്ധമാണെന്ന് ഇപ്പോൾ വ്യക്തമായി. ഇവിടം കൊണ്ട് തീർന്നിട്ടില്ല. ചില നിബന്ധനകൾക്ക് വിധേയമായി, പതിവ് നിബന്ധനകൾക്ക് വിധേയമായി പൂർണ്ണ ദണ്ഡ വിമോചനം ചെയ്ത പാപങ്ങളിൽ നിന്നും ഒരു വിശ്വാസി വ്യക്തിക്ക് എത്രയും പെട്ടെന്ന് ഇളവുകളോട് അതിന് പൂർണ്ണ ഇളവ് നേടാനുള്ള സാധ്യതയാണ് വത്തിക്കാൻ കഴിഞ്ഞ ദിവസം അനുവദിച്ചത്. പക്ഷെ ഇവിടുത്തെ മെത്രാന്മാരുടെ കുർബാനയൊക്കെ നോക്കുമ്പോൾ ഒന്നുമല്ല. വിശ്വാസികൾ പരസ്പരം തല്ലുകൂടിയും തെറി പറഞ്ഞാലും അതാത് വിഭാഗം വൈദികരുടെ അടുക്കൽ കുമ്പസരിച്ച് കുർബാന അർപ്പിച്ചാൽ, അത് സ്വീകരിച്ചാൽ പാപമോചനം വരുത്തിയെടുക്കാമെന്നും അടുത്ത തല്ലിനായി മനസ്സിനെ എങ്ങനെ പാകപ്പെടുത്താമെന്നും ഒക്കെ ഈ വിമത വൈദികർ പഠിപ്പിച്ചു തരും. പൂർണ്ണദണ്ഡ മോചനമൊക്കെ എന്ത്? ഇടവകയിൽ അച്ഛന്മാരെടുക്കുന്ന എന്തെങ്കിലും ഒരു തീരുമാനം ഇടവക്കാർക്ക് ഇഷ്ടമല്ലെന്ന് കണ്ടാൽ പ്രതിഷേധിക്കാനും തിരുത്താം, അതിനെതിരെ സമരം ചെയ്യാം, കോലം കത്തിക്കാം, എല്ലാം ചെയ്യാമെന്ന് ഇതാ അധികൃതർ തന്നെ വ്യക്തമാക്കി കൊടുത്തു. അതിന് വിമത വൈദികരോട് നന്ദി പറയണം. കാരണം വിശ്വാസികൾക്ക് മനസ്സിലാകണം, ഇതാണ് സഭയിലെ ജനാധിപത്യം. നമ്മുടെ പള്ളി, നമ്മുടെ സ്കൂൾ, നമ്മുടെ പള്ളിസിലുമൊക്കെ നമ്മുടെ പൂർവികന്മാർ സഭയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയതല്ലെന്നും അതൊക്കെ ബിഷപ്പിന്റെ അധികാരത്തിലാണെന്നും ബിഷപ്പിന്റെ ചെല്ലും ചെലവിനും വേണ്ടി
ബിഷപ്പിന് കൈയിട്ട് വരാൻ വേണ്ടിയുള്ളതാണെന്നും ഇതാ മെത്രാന്മാർ ബോധ്യപ്പെടുത്തി കൊടുക്കും. അങ്ങനെ ഒന്നല്ല, നിരവധി കാര്യങ്ങളുണ്ട്. സ്വന്തം മുതല് പോലെ കൈകാര്യം ചെയ്യുന്ന സ്വത്തുക്കളാണ് ഇപ്പോൾ സഭയിലുള്ളത്. സ്തുതിയും കൃതജ്ഞതയും പുരോഹിതന്മാർക്കുള്ളതാണെന്നും കുഞ്ഞാടുകൾ സ്തുതി ചൊല്ലാനും പിരിവ് കൊടുക്കാനും ബാധ്യതപ്പെട്ടവരാണെന്നുമൊക്കെ ഇപ്പോൾ വീണ്ടും വിശ്വാസികൾക്ക് വ്യക്തമാകും. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ ഈ സീറോ മലബാർ സഭയിൽ ഒരു വിമത വൈദികനായി, വെറും വൈദികനല്ല, വൈദികനായി വിമത വൈദികനെ തന്നെ ജനിക്കണമെന്നാണ് ഇപ്പോൾ ചില വിശ്വാസികളുടെയെങ്കിലും മനസ്സിലെ ഒരു ആഗ്രഹം.